ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ളോഗ്. വ്യത്യസ്ത രുചിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ഫിഷിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീനാദരേ, ആകെയും കാരുണ്യം നൽകും. ഗ്രിൽ ചെയ്തെടുക്കുന്നതിനായിട്ട് ഇതുപോലെയുള്ള 2 മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫിഷ് ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫിഷിലേക്ക് മസാലകളൊക്കെ പിടിക്കുന്നതിനായിട്ടാണ് ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നത്. ഇനി മീനൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. വ്യത്യസ്ത രുചിയിലുള്ള മസാലക്കൂട്ട് തന്നെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരിമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല, ചെറുനാരങ്ങയുടെ നീര്, പെരുംജീരകം, കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടിയും കാന്താരിയും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല എരിവ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ മുളക് പൊടി എടുക്കുന്ന സമയത്ത് കാശ്മീരി മുളക് പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി എനേബിൾ ചെയ്തിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. ലൈക്ക് അടിക്കുന്ന സമയത്ത് ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്, ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട്. അതുകൂടി ഒന്ന് പ്രസ് ചെയ്തിടാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. മിക്സിയിൽ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുത്തിട്ട് ഇത് അടിച്ചെടുക്കാവുന്നതാണ്. വെള്ളം ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് എങ്കിൽ പുളിവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ചെറുനാരങ്ങാ നീര് നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ സുർക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫിഷിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി തന്നെ ഫിഷിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഫിഷിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ഫിഷിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മസാല എത്തുന്ന വിധത്തിൽ വേണം തേച്ച് പിടിപ്പിക്കാനായിട്ട്.
ഫിഷ് ഗ്രിൽ ചെയ്തെടുക്കുന്നതിനായിട്ടുള്ള കനൽ തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് 2 കട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിലേക്ക് ചകിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തീയൊക്കെ കത്തിച്ചെടുത്തിട്ട് കനലാക്കി എടുത്തു. തീയൊക്കെ നന്നായി കത്തിപ്പോയതിന് ശേഷം നല്ല കനലായിട്ട് വന്നിട്ടുണ്ട്. ആ ടൈമിൽ നെറ്റ് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് മസാല തയ്യാറാക്കി വെച്ചിരുന്ന ഫിഷ് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഗ്രിൽ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെയുള്ള നെറ്റ് കഷ്ണം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഗ്രിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഫിഷിൻ്റെ ഒരു ഭാഗം നന്നായി തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കുക്കായി കിട്ടുന്നതിനായിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഫിഷ് ഗ്രിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നല്ല കനൽ ഉള്ളത് കൊണ്ട് തന്നെ ഫിഷ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ്. ഏത് മീനും ഈ മസാലക്കൂട്ടിൽ ഇതുപോലെ തന്നെ ഗ്രിൽ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ദാ അവിടെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ഫിഷ് ഗ്രിൽ ചെയ്തെടുത്തത് തയ്യാറായിട്ടുണ്ട്. വ്യത്യസ്ത രുചികളിലുള്ള റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.